വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മുഖാമുഖമുള്ള വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളായി അല്ലേ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാസം ഭയങ്കര തിരക്കായിരിക്കും. ഒന്നാമത് ഹസ്ബൻഡ് വന്ന് പിന്നെ നമ്മൾ എന്തായാലും ഒരു വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ആയിരിക്കില്ല കാണുന്നുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസെല്ലാം ഭയങ്കര ഡിലേ ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇടുന്ന ഒരാളായിരുന്നു. ഇപ്പം വളരെ 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 ബേക്കോട്ടാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ നേരെ ബ്രദറിൻ്റെ കല്യാണം വന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടത്തേക്ക് ഷിഫ്റ്റായി. അങ്ങനെ ഒരുപാട് റീസണൊക്കെ ഉണ്ട് എൻ്റെ ചാനലിൽ ഇപ്പം ഞാൻ ഡള്ളാകാൻ കാരണം. പക്ഷെ ഡള്ളായാലും എൻ്റെ ചാനൽ മോണിറ്റൈസായി. അപ്പോൾ ഗൂഗിളിൽ നിന്ന് എനിക്ക് എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഒരു ലെറ്റർ വന്നു. എല്ലാവർക്കും കിട്ടുന്നത് പോലെ തന്നെ എനിക്കും ഗൂഗിൾ എനിക്കൊരു കത്തയച്ചു. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഫ്രഷായിട്ട് കാണിച്ചു തരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രഷായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ആടെ ഉണ്ടാവുമ്പോൾ അല്ല പോസ്റ്റലായിട്ട് വന്നത്. ഞാൻ ഒന്നാമത് ഇവിടെ ഉണ്ടത്. ഞാൻ അടുത്ത അഡ്രസ്സാണ് കൊടുത്തത്. അപ്പോൾ എന്ന് വെച്ചാൽ അച്ഛൻ പിന്നെ ഈ ഒരു ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു റിസപ്ഷൻ്റെ ടൈമാണ് എനിക്ക് കൊണ്ടുതരുന്നത്. അന്ന് രാവിലെ തന്നെ വന്നതിന് എനിക്ക് അന്ന് വൈകുന്നേരം തന്നെ ഇത് കാണണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അന്ന് തന്നെ എടുക്കുക, എനിക്കിത് കാണണം എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഈ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ നമ്മൾ ഗൂഗിൾ പിന്നെ വെരിഫൈഡ് ചെയ്താൽ നമ്മളെ ചാനലിൽ ഇനി മണി നമുക്ക് വിഡ്രോ ചെയ്യില്ല. അങ്ങനെ എന്തെല്ലോ നിങ്ങൾ വിചാരിക്കേണ്ട ഗൈസ്. ഈ ആദ്യമായിട്ട് പിന്നെ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളവരുടെ ഇല്ല എനിക്ക് പറയാനുള്ളതൊന്നാണ്, നമ്മൾ ഓരോ ഘട്ടം കഴിയും തോറും ഓരോ സ്റ്റെപ്പ് നമ്മളിത് ചെയ്താലേ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഇപ്പോഴും ഒരു ചെറിയ ലെവലിൽ എത്തിയിട്ടുള്ളൂ. എന്നാൽ ചാനൽ മോണിറ്റൈസായി. അതായത് ഒരു വർഷത്തിനുള്ളിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണമെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ആ കഥയല്ല, അൽഗോറിതാണ് യൂട്യൂബിൻ്റെ. അപ്പോൾ പുതുതായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല, നിങ്ങൾ 4000 വാച്ച് അവർ ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കുക. പിന്നെ ആ വാച്ച് അവർ കംപ്ലീറ്റ് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്. ഞാൻ ഓരോ ദിവസവും വാച്ച് അവറിൻ്റെ ആ ഒരു സൈഡില്ലേ ഇങ്ങനെ ആ ബ്ലൂ ഇങ്ങനെ നീങ്ങുന്നുണ്ടോ നോക്കി എങ്ങനെയൊക്കെയോ മോണിറ്റൈസ് ആയതാണ്. എൻ്റെ ഷോർട്സ് അല്ല മോണിറ്റൈസ് വാച്ച് അവർ കംപ്ലീറ്റ് ആയി. നമുക്ക് ഷോർട്സിൽ 3 മില്യണാണ്. പിന്നെ വീഡിയോസ് ഫുൾ വീഡിയോയിൽ 4000 വാച്ച് അവറുമാണ്. അപ്പോൾ എൻ്റെ അതായത് ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവറാണ്, അതായത് 4000 വാച്ച് അവറാണ് കംപ്ലീറ്റ് ആയത്. പിന്നെ ക്രൈറ്റീരിയ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ മുന്നേ ആകേണ്ടതായിരുന്നു എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ. പക്ഷേ ഞാനിതിൽ കൃത്യമായിട്ടൊരു സബ്ബായിട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ. എന്തൊക്കെയല്ലോ കൊണ്ട് ഒന്നാമത് ഭാവിയുണ്ട്. അപ്പോൾ എന്തൊക്കെയോ എൻ്റെ സബ്ജക്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നുണ്ട്. നമ്മുടെ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ചാനലിന് ഒരു ലക്ഷ്യം ഉണ്ടാകണം. ഒന്നിക്ക് ഹെയർ കെയർ അല്ലെങ്കിൽ ബ്യൂട്ടി അല്ലെ അങ്ങനെ ഞാൻ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. എൻ്റെ ചാനലിൽ ഇപ്പോൾ ബ്യൂട്ടി എന്നല്ല എല്ലാം ഉണ്ട്. അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. നമുക്ക് കൃത്യമായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ വേണമെങ്കിൽ നമ്മുടെ ചാനലിന് എന്തായാലും ഒരു കൃത്യമായിട്ടുള്ളൊരു കണ്ടൻറ്റ് വേണം കേട്ടോ. എനിക്ക് മനസ്സിലായ ഒരു കേസാണ്. ഞാൻ ഇതിലൊരു ഇറങ്ങി കുളിച്ച് എനിക്ക് മനസ്സിലായി. കാരണം എന്ത് സബ്ജക്റ്റാണ് ആൾക്കാർ സ്വീകരിക്കുക അത് കണക്കായിട്ട് നിങ്ങൾ അതന്നെ ഇട്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് ബോധം വന്നിട്ടുണ്ട് എന്തൊക്കെ സബ്ജക്റ്റാണ് എൻ്റെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലിക്കാകുമെന്ന് എനിക്ക് കുറച്ച് അറിവ് വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു പിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഈ ഒരു പിന്നെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് അവരെ പിന്നെ അയച്ചു തന്നു. ഇതെല്ലാം പൊളിച്ചത് എൻ്റെ അച്ഛനാന്ന് തോന്നുന്നു ഗൈസ്. ഞങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഏതെങ്കിലും വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ എനിക്കും യൂട്യൂബിൽ നിന്നും മണി വരുന്നതാണ്. അപ്പോൾ ഇനിയും ഞാൻ തുടങ്ങിയപ്പാട് വെറുതെ എനിക്ക് യൂട്യൂബ് മണി കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, ഇവർക്ക് യൂട്യൂബ് മണി കിട്ടിയോ? പക്ഷേ ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ചാനലിൽ ജസ്റ്റ് മോണിറ്റൈസേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി എനിക്ക് മണി കിട്ടുന്നതാണെങ്കിൽ, എനിക്ക് പൈസ കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ എന്തായാലും ഷെയർ ചെയ്യും. കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിലെങ്കിലും എത്തി ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിന് മോനെ വെച്ചിട്ടും ഞാൻ എങ്ങനെയൊക്കെയല്ലോ പരമാവധി ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളിൽ എത്തിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് കേട്ടോ. ഇപ്പോൾ പറയുന്ന പോലെ തന്നെ കോൾഡാണ്, അതുകൊണ്ടാണ് സൗണ്ടല്ല ഇങ്ങനെ ഒരുമാതിരി ഉള്ളത്.
ഞാൻ ഓക്കെ അല്ല. പക്ഷേ ഇത് കൈ കെട്ടിട്ട് എത്ര ദിവസമായി എന്ന് അറിയാം. എൻ്റെ ഐഫോണിൻ്റെ അതേ അവസ്ഥയാണ്. ഐഫോൺ കൈ കെട്ടിട്ട് എനിക്ക് അൺബോക്സ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് ആ ഒരു ടൈം കിട്ടാത്തത് പോലെ തന്നെ ഈ ഒരു സംഭവം കെട്ടിട്ട് ഒരുപാട് ദിവസമായി. ഒന്നാമത് ഹസ്ബൻഡിൻ്റെ വീടാണ്, നമുക്ക് തോന്നിയ പോലെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ എന്ന് പറഞ്ഞാൽ തിരക്ക് ഫുൾ ബിസിയാണ്. എല്ലാവരും ഇപ്പോൾ ചോദിക്കും നീ എന്നാൽ നമുക്ക് മെസ്സേജ് ചെയ്യാതെ, ഒന്നും കൊണ്ടല്ല, സംഭവം ഫുൾ തിരക്കായി. അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഈ ഒരു മാസം ഇങ്ങനെ തന്നെ ഉണ്ടാവാം. അപ്പോൾ മുന്നോട്ട് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിനെല്ലാം എന്തായാലും ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്കും ഫസ്റ്റ് യൂട്യൂബ് മണി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യേണ്ടതാണ്. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് മണി എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ. എന്നാലും എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും എനിക്ക് ആ ഡോളറിൻ്റെ ആ സൈഡിൽ നിന്ന് അല്ല എൻ്റെ വീഡിയോൻ്റെ സൈഡിൽ ഡോളർ ചിഹ്നം വന്നപ്പോൾ ഞാനൊരു സന്തോഷിച്ചിന് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഇതൊരു വലിയൊരു എഫേർട്ടാണ്. ഇത് ഈ ഒരു ഫീൽഡിൽ നമ്മൾ പതുക്കെ സ്റ്റെപ്പ് പതിയെ വെക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ സ്റ്റേജിലെത്തുമ്പോൾ അതിൽ നിന്നൊരു സന്തോഷം നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്, ഭയങ്കര കോമ്പറ്റീറ്റീവ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എനിക്ക് ആയതെന്ന് പറഞ്ഞാൽ ഞാനില്ല നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം ഡെയിലി ഷോർട്സ് എൻ്റെ ആ ഒരു ആക്ടിങ് വീഡിയോ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ന്യൂ കമേഴ്സ്, അതായത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഡെയിലി ഷോർട്സ് ഇടാം. എത്ര കഴിയുന്ന ഇപ്പോൾ ഒരു 3 or 2 മിനിമം ഒരു ഷോർട്സ് അങ്ങ് ഡെയിലി ഇടാം. എന്തായാലും നമുക്ക് ചാനൽ മോണിറ്റൈസേഷനിൽ എത്തിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് 4000 വാച്ച് അവർ, ഒരു വർഷം കഴിഞ്ഞാൽ 365 ഡേയ്സ്. അതിന് ശേഷം നമ്മൾ ആ 4000 വാച്ച് അവർ കഴിഞ്ഞിട്ടില്ലെങ്കിലില്ലേ അതിങ്ങനെ കുറഞ്ഞു വരും. അതെനിക്കിങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്സിൻ്റെ ആ ഒരു ബ്ലൂ ലൈനില്ലേ കുറഞ്ഞു വരുന്നത്, അത് 90 days ഉള്ളത്. അതിക്കൊന്നും 3 മാസത്തിനുള്ളിൽ 3 million അടിക്കണം വാച്ച് അവർ ഷോർട്സിൻ്റെ. എൻ്റെ അതായിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്നിട്ട് ചിന്തിച്ച് എന്തായാലും എൻ്റെ ലോങ് വീഡിയോയുടെ 4000 വാച്ച് അവർ എൻ്റെത് 3000 സംതിങ് എത്തുമ്പോഴാണ് ഈ ഒരു ഒക്ടോബർ നവംബർ ആ ഒരു മാസം ഇങ്ങനെ വരാൻ തുടങ്ങി. കാരണം ഞാൻ ഡിസംബറിലാണ് തുടങ്ങിയെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഏകദേശം ഒരു വർഷം ആകാനായി. ഈ ഒരു മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് ഞാനിത് നിർത്താമെന്ന് വിചാരിച്ചത്. കാരണം ഇത് കുറഞ്ഞു വരും. ഭാഗ്യത്തിന് എന്തോ ദൈവം സഹായിച്ചിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. ഭയങ്കര സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. എൻ്റെ മുഖത്ത് ഇങ്ങനെ കാണാത്തതൊന്നും നിങ്ങൾ നോക്കിയേ വേണ്ട, നല്ല സന്തോഷമുണ്ട്. ഇത് കൈ കിട്ടിയിട്ട് എനിക്ക് ഇത് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയി എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സാഹചര്യം, എൻ്റെ ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി മുതൽ അടിപൊളി വീഡിയോസൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മാസത്തെ തിരക്കൊക്കെ കഴിയട്ടെ, നമുക്ക് നല്ല നല്ല വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യണം. എൻ്റെ ഗാർഡനിങ് വീഡിയോസും ഹെയർ കെയർ വീഡിയോസിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുമാത്രമല്ല എല്ലാ വീഡിയോസിനും അത്യാവശ്യം സപ്പോർട്ടിങ്ങെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ സന്തോഷമായിട്ട് വരുന്നത് എൻ്റെ മണി എടുത്തിട്ടായിരിക്കും. അപ്പോൾ മണി എടുത്ത് വരണമെങ്കിൽ എന്തായാലും ഒരു വീഡിയോ വൈറലായേ പറ്റൂ ഗൈസ്. മീൻസ് നമുക്ക് ഡോളർ കയറുന്നത് എനിക്ക് കാണാൻ പറ്റും. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ ഓരോ വീഡിയോസിന് വലിയ ഡോളർ അടിക്കും. അങ്ങനെയൊന്നുമല്ല കേട്ടോ. $1000 0.01 സംതിങ് ഡോളറായി ചെയ്യുന്നുള്ളൂ. ആകെ 0.01 ആണ്. അപ്പം ഞാൻ എത്ര തുഴയണം. അപ്പോൾ നമ്മൾ ഒരു സെലിബ്രിറ്റി ഒന്നല്ല, പതിയെ തുഴഞ്ഞിട്ടാണ് കര ലേശം കണ്ടത്. ഇനിയും കരയിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തുഴയേണ്ടതുണ്ട്. അപ്പോൾ എന്നെ ഇത്ര കാലം സപ്പോർട്ട് ചെയ്തവർ ഒരിക്കലും കൈവിടാൻ പാടില്ല, എന്തായാലും സപ്പോർട്ട് ചെയ്യാം. പിന്നെന്താ പറയാനുള്ളത്, ഇതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. ഞാൻ എല്ലാം പറഞ്ഞുതരാം. എനിക്ക് ഇത്രയും ഈ ഒരു ഗൂഗിൾ ആഡ്സൻസ് പിന്നെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഈ ഒരു ഇത് വരുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്സും എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ഫോളോയും ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ആളിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനും വിചാരിച്ചിട്ട് ഭയങ്കര ടഫായിരിക്കും, ഇതൊക്കെ നമുക്ക് പറ്റുമോ കഴിയും, നമുക്ക് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ആരെയും ഡിപ്പെൻഡ് ഒന്നും ചെയ്യേണ്ട വരില്ല. നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോന്നും നമുക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുന്നതിന് ഓരോ സ്റ്റെപ്പ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിനണക്കായിട്ട് ചെയ്ത് പോയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോളൂ. ഞാൻ ഒന്നും അറിയാണ്ട് ഇതിൽ കയറി വന്നിട്ട് ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയ ഒരാളാണ്. അപ്പോൾ ജസ്റ്റ് ബിഗിനർ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനലും ഞാൻ വന്ന വഴിയൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ.
ഇനി പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ നെക്സ്റ്റ് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക, ഞാൻ എങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രമാത്രം സബ്സ്ക്രൈബർ ആയത്, എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒക്കെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ, അതായത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓക്കെ അല്ല, ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക അവിടെ ഇവിടെ സ്റ്റക്കായി പോകുന്നത്. പിന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി ഞാൻ ഇങ്ങനെ എൻ്റെ സൗണ്ട് ഇങ്ങനെയല്ല എന്നറിയാം, നല്ലോണം അടഞ്ഞിട്ടുണ്ട്, കുറച്ച് ഫീവറൊക്കെയാണ്. പക്ഷേ ഇതിനി കാണിക്കാണ്ട് നിന്നാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ കാണാം. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കൂടി സംസാരിക്കട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ പേര് ദൃശ്യ ഉമേഷ് വ്ളോഗ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡള്ളാണ് ചാനൽ, മീൻസ് കുറച്ച് വീഡിയോസ് കുറവാണ്. ഞാൻ ഒരുപാട് പട്ടപ്പെട്ടാന്ന് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് എന്താ പറയുക ബിസി ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ അതിൽ നിന്നും എന്താ പറയുക റിക്കവർ ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് കണ്ടിന്യൂസ്ലി ആയിട്ട് വീഡിയോസും ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.